ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ട്രാവൽ വ്ളോഗാണ്. അതായത് ഞങ്ങൾ എവിടെയാണ് വന്നിരിക്കുന്നതെന്ന് അറിയാവോ? ചുറ്റും കാണുമ്പോൾ വിചാരിക്കും ഇത് ഏത് കാട്ടുമുക്കി വന്നിട്ടാണ് ഈ വർത്തമാനം പറയുന്നത്. ഞങ്ങൾ ആക്ച്വലി സ്കോട്ട്ലൻഡിലാണ് ഇപ്പോൾ ഉള്ളത്. സ്കോട്ട്ലൻഡിൽ എഡിൻബ്രയിലേക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ എഡിൻബ്രയിൽ വന്നിട്ട് ഞങ്ങൾ ഒരു ഫുൾ ഡേ ഇവിടെ ചുറ്റിക്കറങ്ങിയിട്ട് ഇപ്പം ട്രാവലോഡ്ജിൽ റൂം എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ച് ഔട്ട്സ്കേർട്സിലാണ്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഒന്ന് ചെക്കിനൊക്കെ ചെയ്ത് കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് നടക്കാൻ വേണ്ടി ഇറങ്ങിയതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ പ്രത്യേകിച്ച് ഒന്നുമില്ല കേട്ടോ. ഇവിടെ കാടും പച്ചപ്പും മാത്രമുള്ളൊരു സ്ഥലമാണ്. വേറെ അല്ലാതെ ഷോപ്സോ കാര്യങ്ങളോ ഒന്നുമില്ല. അത്രയും ഔട്ട്സ്കേർട്സാണ്. ഒരുപാട് ദൂരമൊന്നുമല്ല എഡിൻബ്ര സിറ്റിയിൽ നിന്ന് ഏകദേശം ഒരു 40 മിനിറ്റ്സ് ഒക്കെ അത്രയേ ഉള്ളൂ. ബട്ട് സ്റ്റിൽ അത് തീരെ ഭയങ്കര അങ്ങനത്തെ ഒരു ഏരിയയാണ്. അപ്പോൾ ഇവിടെ ഒരു നടക്കാനുള്ളൊരു വാക്ക് വേ, ഒരു ചെറിയ പാർക്ക് എന്നൊക്കെ കണ്ടിട്ട് ഇതിലേ വന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഭയങ്കര കാട് പിടിച്ച് കിടക്കുന്നു. പിന്നെ ആകപ്പാടെ ഒരുമാതിരി ഇംഗ്ലീഷ് മൂവീസിലൊക്കെ കാണുന്ന പോലെ ആ ഒരു ഫീല്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇതെന്ന് പറയുന്നത് ആക്ച്വലി മിലിറ്ററി ബാരക്സിൻ്റെ ഏരിയ ആണ്. അപ്പോൾ പിന്നെ പേടിക്കാനൊന്നും ഇല്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിലെ ആൾക്കാരൊക്കെ ഡോഗ്സൊക്കെ ആയിട്ട് വാക്കിനൊക്കെ പോകുന്നുണ്ട്. കണ്ടില്ലേ, അതിലെ വഴിയുണ്ട്. അപ്പോൾ അതിൽ പോകുന്നുണ്ട്. അത് വലിയ സീനില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇന്ന് ഞങ്ങൾ എഡിൻബ്ര ചുറ്റിക്കണ്ടതും ഇന്ന് വൈകുന്നേരം വരെയുള്ള മോർണിംഗ് ടിൽ ഈവനിങ് വരെയുള്ള കാഴ്ചകളാണ്. അപ്പം നിങ്ങളെല്ലാവരും അത് കണ്ടിട്ട് വരും. ഷെഫീൽഡിൽ നിന്ന് വെളുപ്പിനെ 5:10 ട്രെയിനിന് കയറിയ ഞങ്ങൾ ഏകദേശം 9:45 കേട്ടോ എഡിൻബ്ര വേവർലി സ്റ്റേഷനിലെത്തിയത്. അപ്പോൾ അവിടെ തന്നെ ഒരു അണ്ടർഗ്രൗണ്ട് ഷോപ്പിംഗ് സെൻറ്റർ ആൻഡ് റെസ്റ്റോറൻറ്റ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ടാണ് ഞങ്ങളുടെ യാത്ര ആരംഭിച്ചത്. സ്റ്റേഷനിൽ നിന്ന് ഞങ്ങൾ നേരെ സിറ്റി സെൻറ്ററിലേക്കാണ് പോയത്. സിറ്റി സെൻറ്ററിൽ ഞങ്ങൾ ഫസ്റ്റ് ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഓൾറെഡി നമ്മൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂർ അന്നത്തെ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് ബസ് ടൂർ എന്ന് പറഞ്ഞാൽ നമുക്ക് 24 hours അല്ലെങ്കിൽ 48 hours ഈ ബസ് നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 11-12 ഡെസ്റ്റിനേഷൻസ് ഉണ്ടാവും. ആ ഓരോ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലും ഈ ബസ്സിൽ നമുക്ക് പോവാം. ഇഷ്ടമുള്ള ഡെസ്റ്റിനേഷനിലൊക്കെ കയറാം, അല്ലെങ്കിൽ ഹോൾ ചുറ്റിക്കറങ്ങി കാണാം. എത്ര തവണ വേണമെങ്കിലും നമുക്ക് ആ ടിക്കറ്റ് വാലിഡ് ആയിട്ടുള്ള അത്രയും സമയം കയറി ഇറങ്ങി പോവാം കേട്ടോ. അപ്പോൾ അതിൽ നമുക്ക് ഓരോ ഡെസ്റ്റിനേഷനെ പറ്റിയും പോകുന്ന വഴിയിലുള്ള കാണുന്ന ഓരോ ബിൽഡിങ്സിനെ പറ്റിയൊക്കെയുള്ള ഒരു ഹിസ്റ്ററി നമുക്കറിയാൻ വേണ്ടി അവർ കമൻട്രി തന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ കാണിച്ചതുപോലെ ഒരു ഹെഡ്സെറ്റ് നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ പോകുന്ന വഴിയിലെല്ലാം ആ പോകുന്ന സ്ഥലങ്ങളുടെ ഇമ്പോർട്ടൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് അറിഞ്ഞ് മനസ്സിലാക്കി നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ ഫസ്റ്റ് ഞങ്ങൾ ചെയ്തത് ഒരു ഫുൾ റൗണ്ട് നമ്മൾ ആ ഒരു എല്ലാ ഡെസ്റ്റിനേഷനും ബസ്സിൽ ചുറ്റിക്കറങ്ങി കണ്ടു. ബിക്കോസ് അങ്ങനെ കറങ്ങുമ്പം നമുക്ക് ഏകദേശം ഓരോ പ്ലേസസും ഓരോ ഡെസ്റ്റിനേഷൻസും എവിടെയാണ്, എന്താണ് അതിൻ്റെ പ്രത്യേകത എന്നൊക്കെ ഒരു ഐഡിയ കിട്ടും. അത് കഴിഞ്ഞ് നമുക്ക് ഓരോ ഡെസ്റ്റിനേഷനിലും സെപ്പറേറ്റ് ആയിട്ട് ഇറങ്ങി കാണാമെന്ന് പ്ലാൻ ചെയ്തു. അപ്പോൾ അങ്ങനെ കറങ്ങി ഫുള്ള് ഒരു റൗണ്ട് ഞങ്ങൾ ആ ബസ്സിലിരുന്ന് തന്നെ ഫുൾ ഹോൾ എഡിൻബ്ര സിറ്റി കണ്ടു കേട്ടോ. ആദ്യ കാഴ്ചയിൽ തന്നെ നമ്മുടെയൊക്കെ മനസ്സ് കീഴടക്കാൻ കഴിയുന്ന ഒരു മാജിക്കൽ പവറുണ്ട് ഈ പുരാതന നഗരത്തിന്. ഈ നഗരത്തിൻ്റെ ആർക്കിടെക്ചർ എന്ന് പറയുന്നത് ഇറ്റ്സ് എ മിക്സ് ഓഫ് വിക്ടോറിയൻ ആൻഡ് ജോർജിയൻ സ്റ്റൈൽ ഓഫ് ആർക്കിടെക്ചർ വിത്ത് സം എലമെൻറ്റ്സ് ഓഫ് ഗോത്തിക് സ്റ്റൈൽ ഇൻ ഇറ്റ്. അതെന്ന് പറയുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ് ആ ഒരു സിറ്റിക്ക് ഒന്നാകെ കൊടുക്കുന്നത്. അതായത് ഒരൊറ്റ ബിൽഡിങ് പോലും നമുക്ക് വേറൊരു ആർക്കിടെക്ചർ ശൈലിയിൽ നമുക്ക് കാണാൻ പറ്റില്ല. എല്ലാം അതിൻ്റെ ആ ഒരു പാരമ്പര്യ തനിമ നിലനിർത്തിക്കൊണ്ടാണ് ഓരോ ചെറിയ ബിൽഡിങ്സ് പോലും ഉള്ളത്. ഈവൻ പുതിയതായിട്ട് പണിയുന്ന ബിൽഡിങ്സ് പോലും ആ ഒരു പഴമയിലാണ് അവർ ബിൽഡ് ചെയ്യുന്നതെന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ആ ഒരു പാരമ്പര്യ തനിമ മാറിപ്പോവാതെ, ആ ഒരു ശൈലിയിൽ നിന്ന് മാറാതെ, അതിൻ്റെ ആ ഒരു മാജിക്കൽ പവർ മിസ് ചെയ്യാത്ത രീതിയിലാണ് അവരിപ്പോഴും ബിൽഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ നഗരത്തിലെ കല്ലുപാകിയ സ്ട്രീറ്റ്സിലൂടെ നടക്കുമ്പോൾ അതിൻ്റെ ആ പരമ്പരാഗത ആർക്കിടെക്ചറും അതിൻ്റെ ആ നഗരത്തിൻ്റെ ഹിസ്റ്ററിയും അതിൻ്റെ ആ ഒരു മാജിക്കൽ എസൻസും ഒക്കെ കാരണം നമ്മളൊരു സ്റ്റോറി ബുക്കിലേക്ക് കടക്കുന്ന ഒരു ഫീലാണ് നമുക്ക് എഡിൻബ്രയിൽ എത്തുമ്പോൾ തോന്നുന്നത്. ഈ കാണുന്നതാണ് സ്കോട്ടിഷ് പാർലമെൻറ്റ് ബിൽഡിംഗ്. ഈ പാർലമെൻറ്റ് ബിൽഡിംഗ് വന്നിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല. 1999
മെയ്യിലാണ് സ്കോട്ട്ലൻഡിന് അവരുടെ സ്വതന്ത്ര പാർലമെൻറ്റ് ഉണ്ടാകുന്നത്, അതായത് ഗ്രേറ്റ് ബ്രിട്ടനുമായിട്ട് ചേർന്നതിന് ശേഷം. സ്വതന്ത്ര പാർലമെൻ്റ് എന്ന് പറയുമ്പോൾ പോലും അവർക്ക് എല്ലാ മേഖലയിലും സ്വതന്ത്രമായിട്ടുള്ള തീരുമാനം എടുക്കാനുള്ള അധികാരമില്ല. എഡ്യൂക്കേഷൻ, ഹെൽത്ത്, ട്രാൻസ്പോർട്ട്, എൻവയൺമെൻറ്റ് അങ്ങനെയുള്ള ഫീൽഡിലൊക്കെയാണ് അവർക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു അധികാരമുള്ളത്. അതേസമയം ഡിഫൻസ്, ഫോറിൻ അഫയേഴ്സിലൊക്കെ UK പാർലമെൻറ്റിന് തന്നെയാണ് അധികാരമുള്ളത്. എഡിൻബ്രയിലെ ഹോളിറൂഡ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ പാർലമെൻറ്റ് ബിൽഡിംഗ് ഉള്ളത്. ഓഗസ്റ്റ് 4th, 5th ഈ 2 ദിവസങ്ങളിലായിട്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ സ്കോട്ട്ലൻഡ് ട്രിപ്പ് പ്ലാൻ ചെയ്ത് ഫുൾ ഹോൾ ബുക്കിങ്സും എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഓഗസ്റ്റ് 4-ാം തീയതി കറക്റ്റ് ആ ദിവസം തന്നെ ഒരു സ്റ്റോം വീശിയടിച്ചതിനാൽ സ്കോട്ട്ലൻഡിലേക്കുള്ള എല്ലാ ട്രെയിൻസും ക്യാൻസൽ ചെയ്യുകയും ഞങ്ങളുടെ ഹോൾ ബുക്കിങ്സ്, അക്കോമഡേഷൻ ആണെങ്കിലും ട്രെയിൻ ആണെങ്കിലും എല്ലാ ബുക്കിങ്സും നെക്സ്റ്റ് ഡേയിലേക്ക് മാറ്റേണ്ടി വന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ്, കാര്യങ്ങൾ, പിന്നെ ഈ ഹോപ്പ് ഓൺ ഹോപ്പ് ഓഫ് എടുക്കുന്നതിൻ്റെ നല്ലതാണോ മോശമാണോ ബാക്കി കാര്യങ്ങൾ ഡീറ്റെയിൽസൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ ആയിട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ സ്കോട്ട്ലൻഡിൽ വരുമ്പം, ട്രിപ്പ് വരുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ ആയിട്ട്. ഓക്കെ. അപ്പോൾ പക്ഷേ എന്താണെന്ന് വെച്ചാൽ തലേദിവസം അത്ര വലിയൊരു സ്റ്റോം വീശി അടിച്ചതായിട്ട് തോന്നിക്കാത്ത രീതിയിൽ അത്ര നല്ല വെതറായിരുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്ത 2 ദിവസം 4th and 5th of August ഉണ്ടായിരുന്നത്. ഇത് ആക്ച്വലി എഡിൻബ്ര സിറ്റിയുടെ സെൻറ്ററിൽ തന്നെയുള്ള ഒരു ലക്ഷറി ഹോട്ടലാണ് കേട്ടോ. അതായത് വേവർലി സ്റ്റേഷനോട് ചേർന്നിട്ട് ഒരു റെയിൽവേ ഹോട്ടൽ പോലെ സ്റ്റാർട്ട് ചെയ്തതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് ആ ക്ലോക്ക് ടവറാണ്. അതിലെ ടൈം എപ്പോഴും 3 minutes ഫാസ്റ്റ് ആയിരിക്കും. കാരണം പാസഞ്ചേഴ്സിന് ട്രെയിൻ കിട്ടാൻ വേണ്ടിയിട്ട് ലേറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അതിൻ്റെ ക്ലോക്ക് അങ്ങനെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഓൾവേസ് 3 minutes ഫാസ്റ്റ്. എഡിൻബ്ര നഗരത്തിൻ്റെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും കാണുന്ന പ്രൗഢഗംഭീരമായൊരു കാഴ്ചയാണ് ആ തലയെടുപ്പോടെ നിൽക്കുന്ന കാസിൽ. ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് കാസിലിൻ്റെ വ്യൂ ഉണ്ടെന്നുള്ളതാണ് പ്രത്യേകത. ആ നഗരത്തെ സംരക്ഷിച്ചുകൊണ്ട് കാവലിരിക്കുന്ന ഒരു പ്രതീതിയാണ് നമുക്ക് ആ കാസിലിനെ നോക്കുമ്പോൾ കിട്ടുന്നത്. അപ്പോൾ കാസിൽ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം കയറി കാണുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നാളെ അടുത്ത എപ്പിസോഡിൽ വരും കേട്ടോ. നെയ്തനത് നമുക്ക് ഈ ഹെഡ്സെറ്റിൽ കൊമൻട്രി കേൾക്കുമ്പോൾ പല ഭാഷയിൽ അവർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നെയ്തൻ ഇങ്ങനെ പല ഭാഷയിൽ ട്രൈ ചെയ്ത് നോക്കുകയാണ് കേൾക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഞങ്ങൾ പോയത് നാഷണൽ മ്യൂസിയം ഓഫ് സ്കോട്ട്ലൻഡിലേക്കാണ്. ഈ നാഷണൽ മ്യൂസിയത്തിൽ നമ്മുടെ എൻട്രി ഫ്രീ ആണ്. വളരെ ഹ്യൂജ് ആയിട്ടുള്ള ഒരു മ്യൂസിയമാണ് കേട്ടോ നാഷണൽ മ്യൂസിയം. അത് ഫ്രീ ആയിട്ട് കിട്ടുക എന്ന് പറയുന്നത് ആക്ച്വലി ഒരു നല്ല കാര്യമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. യൂഷ്വലി എല്ലാ വലിയ മ്യൂസിയത്തിലൊക്കെ നമുക്ക് ബാക്കി എല്ലാ ഡെസ്റ്റിനേഷൻസിലും നമുക്ക് കയറണമെങ്കിൽ ഫീസുണ്ട്. പക്ഷേ ഇത് ഫ്രീ ആണ്. സാധാരണയായി എല്ലാ മ്യൂസിയത്തിലും ഉള്ളതുപോലെ തന്നെ അറൗണ്ട് ദ വേൾഡ് എല്ലായിടത്തെയും ഹിസ്റ്ററി, കൾച്ചർ, ഹെറിറ്റേജ്, സയൻറ്റിഫിക് ഇന്നോവേഷൻസ്, ആർട്ട് എല്ലാം ഉൾക്കൊണ്ടുകൊണ്ടുള്ള ഒരു അടിപൊളി മ്യൂസിയമാണ് കേട്ടോ ഇത്. പക്ഷേ യൂഷ്വലി മ്യൂസിയത്തിൽ നമ്മൾ കാണുന്നത് പോലെ അല്ലാതെ ഒരു ലൈഫ്ലി അറ്റ്മോസ്ഫിയറാണ് അവിടെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം എങ്ങനെ ചില്ലുകൂട്ടിൽ അടച്ചു വെച്ച് നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല അങ്ങനെയൊന്നുമല്ല. ഇവിടെ പ്രത്യേകിച്ച് കുട്ടികളെ ഉദ്ദേശിച്ചിട്ടാണ്, വലിയവർക്കും അതെ, എല്ലാം നമുക്ക് ടച്ച് ചെയ്ത് നോക്കാം എന്ന് അവരവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ടച്ച് ചെയ്ത് എക്സ്പീരിയൻസ് ചെയ്യുക. അതുപോലെ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുമ്പം അതിൻ്റെ പിന്നിലെ സയൻസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അവിടെ ചില എക്സ്പെരിമെൻറ്റ്സ് ഒക്കെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ അത് കുറച്ചും കൂടെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടെ ഒരു നമുക്ക് ഇൻവോൾവ് ചെയ്ത് ജസ്റ്റ് കണ്ടു പോകാതെ അതെന്താണെന്ന് മനസ്സിലാക്കി അതിൽ ഇൻവോൾവ് ആവാൻ പറ്റുന്ന രീതിയിൽ ഭയങ്കര ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ളൊരു മ്യൂസിയമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് സാധാരണ മ്യൂസിയം കണ്ട് കുറച്ച് കഴിയുമ്പം ഉണ്ടാവുന്നൊരു ബോറടി, എല്ലാവർക്കും ബോറടിക്കുമെന്നല്ല, പക്ഷേ ഒരുപാട് കണ്ടു കഴിയുമ്പോൾ നമുക്ക് ആകെ ഒരു ഇതാവില്ലേ, ആ ഒരു ഫീലിംഗ് ഇതിനുള്ളിൽ കയറിയപ്പോൾ നമുക്ക് കിട്ടിയില്ല. ആ ഒരു ഇൻട്രാക്റ്റീവ് എലമെൻ്റ് ഉള്ളതുകൊണ്ട്. അതുകൊണ്ട് തന്നെ നെയ്ത്തനാണെങ്കിലും ഒട്ടും ബോറടിച്ചില്ല. കണ്ടോ, അവർക്ക് വേണ്ടിയിട്ട് ഒരുപാട് നമുക്ക് പഠിക്കാനും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒട്ടനവധി കാര്യങ്ങൾ അതിൽ ആ മ്യൂസിയത്തിലുണ്ടായിരുന്നു. അതുമാത്രമല്ല ഈ ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ഇപ്പോൾ ഡിജിറ്റൽ സംഭവങ്ങളും കാര്യങ്ങളും ഒക്കെ അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതവിടെ കണ്ട വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ക്ലോക്കാണ് കേട്ടോ. അതിലുള്ള ടൈനി ഫിഗേഴ്സൊക്കെ മൂവ് ചെയ്യും ക്ലോക്ക് ബെല്ലടിക്കുന്ന സമയത്ത്. അതുപോലെ ലൈറ്റ് തെളിയും. വളരെ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഒരു എന്താ പറയുക ഒരു ക്ലോക്കാണത്. അതിൻ്റെ ഒരു തീം എന്ന് പറയുന്നത് ത്രൂ ഔട്ട് ഏജസ് ഹ്യൂമൻസ് അനുഭവിച്ചിട്ടുള്ള സ്ട്രഗിൾസ് ആൻഡ് ഹോപ്പ്
ആൻഡ് അവർ നേടിയെടുത്തിട്ടുള്ള പ്രോഗ്രസ് അതൊക്കെയാണ് അതിൽ കാണിച്ചിട്ടുള്ളത്. ഇതൊരു മില്ലേനിയം ക്ലോക്കാണ് കേട്ടോ. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെയുള്ള ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ്. ഓരോ സയൻറ്റിഫിക് കാര്യങ്ങളും നമുക്ക് ചെയ്ത് മനസ്സിലാക്കി അറിയാൻ വേണ്ടിയിട്ട് ചെയ്തു വച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കും ഇത് മനസ്സിലാക്കാൻ നല്ല ഹെൽപ്ഫുള്ളാണ് ആക്ച്വലി. ഇത്രയും വലിയ, ഇത്രയും ഇൻട്രാക്റ്റീവ് ആയിട്ടുള്ള, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടിപൊളി ഒരു മ്യൂസിയം ആളുകൾക്ക് വേണ്ടിയിട്ട് ഫ്രീ ആയിട്ട് ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുന്നു എന്ന് പറയുന്നത് വളരെ അഭിനന്ദനാർഹമായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് അവിടുന്ന് ഞങ്ങൾ കുറച്ച് നേരം നടന്നൊന്ന് നഗരം ചുറ്റി കാണാമെന്ന് വിചാരിച്ചു. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സമയം, ഓഗസ്റ്റ് മാസം എന്ന് പറയുന്നത് ഏറ്റവും തിരക്കുള്ള സമയമാണ് എഡിൻബ്രയിലെ. അതായത് എഡിൻബ്ര ഫെസ്റ്റിവൽ നടക്കുന്ന സമയമാണ്, ഏറ്റവും സീസൺ ആയിട്ടുള്ള സമയമാണ്. അല്ലാത്ത ഇത്രയും തിരക്ക് സാധാരണ മറ്റു മാസങ്ങളിൽ നമുക്ക് എഡിൻബ്രയിൽ കാണാൻ കഴിയില്ല, അത്രയധികം തിരക്കാണ്. ഇപ്പം ഞങ്ങൾ നടക്കുന്നതാണ് ഗ്രാസ് മാർക്കറ്റ്. ഇത് പണ്ട് ഒരു മിഡീവൽ മാർക്കറ്റ് പ്ലേസ് ആൻഡ് സൈറ്റ് ഓഫ് പബ്ലിക് ഗ്യാതറിങ്സ് ഒക്കെ ആയിരുന്നെങ്കിൽ ഇപ്പോഴിതൊരു വൈബ്രൻ്റ് ആയിട്ടുള്ള ലൈവ്ലി ഹബ്ബാണ് ഓഫ് പബ്സ്, കഫേസ്, റെസ്റ്റോറൻറ്റ്സ്, ഷോപ്സ് ആൻഡ് ഔട്ട്ഡോർ ടെറസസ്. ഈ കാണുന്നതാണ് എഡിൻബറയിലെ ഓൾഡസ്റ്റ് പബ്ബ്, ദ വൈറ്റ് ഹാർട്ട് ഇൻ. 1516 എന്തോ ആണ് അത് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. പിന്നെ എഡിൻബറയിലെ ഏത് മുക്കിനും മൂലയ്ക്കും ഒരു ഹോണ്ടഡ് സ്റ്റോറീസ് പറയാനുണ്ടാവും. ഈ കാണുന്ന തെരുവിനും ആ ഓൾഡസ്റ്റ് പബ്ബിനൊക്കെ ഇതുപോലൊരു ഹോണ്ടഡ് സ്റ്റോറീസ് ബാക്ക്ഗ്രൗണ്ട് ഉണ്ട് കേട്ടോ. ഈ ഗ്രാസ് മാർക്കറ്റിൻ്റെ പ്രത്യേകത അത് കാസലിൻ്റെ നേരെ ചോട്ടിൽ ആ കാസിൽ വ്യൂ കിട്ടിക്കൊണ്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ളതാണ്. ഇത്രയും ആയപ്പോഴേക്കും ഞങ്ങൾ നന്നായിട്ട് ടയേർഡായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ തീരുമാനിച്ചു, വന്ന് യാത്ര ചെയ്തിട്ടൊക്കെ വന്നതാണല്ലോ, നമുക്ക് നമ്മുടെ അക്കോമഡേഷനിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അത് ഏകദേശം സിറ്റി സെൻറ്ററിൽ നിന്ന് ഒരു 40 മിനിറ്റ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ റൂം. ഒരു ഫാമിലി റൂമാണ് ഞങ്ങൾ ബുക്ക് ചെയ്തത് വിത്ത് ഡബിൾ ബെഡ് ആൻഡ് 2 സിംഗിൾ ബെഡ്സ്. അത്യാവശ്യം സൗകര്യമൊക്കെ ഉണ്ടായിരുന്നു, ജസ്റ്റ് ഫോർ 1 നൈറ്റ് അല്ലേ. അപ്പം ഒരു എല്ലാ സൗകര്യമുള്ളൊരു റൂമായിരുന്നു കേട്ടോ. പിന്നെ ഇതാണ് ടോയ്ലറ്റ്. വലിയ തരക്കേടില്ലാത്ത ടോയ്ലറ്റും കാര്യങ്ങളൊക്കെ ആയിരുന്നു, എല്ലാം നീറ്റായിരുന്നു. അതാണല്ലോ നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ടത്. പിന്നെ ഒരു 1 അവർ അവിടെ റെസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളൊന്ന് നടക്കാനിറങ്ങി. ഞാൻ ഇൻട്രൊഡക്ഷൻ്റെ ഈ പറഞ്ഞ പോലെ തന്നെ ഇൻട്രോയിൽ പറഞ്ഞ പോലെ ഇത് കണ്ടോ, ഇങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന മലനിരകളും കാടും ഒക്കെ ആയിട്ടുള്ളൊരു സ്ഥലമാണ് അതിൻ്റെ അടുത്ത്. കോളിംഗ്ടൺ ഹിസ്റ്റോറിക് കൺസർവേഷൻ വില്ലേജ്. അവിടെ എത്തിയപ്പോഴാണ് ഒരു കൺസർവേഷൻ വില്ലേജ് ആണിതെന്ന് ഞങ്ങൾക്ക് മനസ്സിലായത് ആ ബോർഡ് കണ്ടപ്പോൾ. അപ്പം അങ്ങനെ ഞങ്ങൾ നേരത്തെ നോക്കിയപ്പം ഇവിടെ അടുത്തൊരു പാർക്കുണ്ടെന്ന് കണ്ടു. അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ ഇതായിരിക്കും പാർക്കിൻ്റെ എൻട്രൻസ് എന്ന് വിചാരിച്ചു. പിന്നെയാണ് മനസ്സിലായത് ഇത് മിലിറ്ററി ബാരക്സ് ആണ്. പിന്നെ അവിടുന്ന് കുറച്ചും കൂടെ മുന്നോട്ട് പോയിട്ടാണ് പാർക്കെന്ന് കണ്ടു. ആക്ച്വലി അതൊരു പാർക്കല്ലായിരുന്നു, ഒരു വുഡ്സ് ആയിരുന്നു നടക്കാനൊക്കെയുള്ള, ആ ബാരക്സിനോട് ചേർന്നിട്ട് തന്നെയുള്ളത്. ഞങ്ങൾ നടക്കാൻ വന്ന ഈ ഒരു സ്ഥലമാണ് ഡ്രെക്ഹോൺ വുഡ്സ്. അപ്പോൾ ഇതിലിവിടെ എഴുതിയിട്ടുണ്ട് World War I, World War II ട്രെഞ്ചസ് ഒക്കെ ഉണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ മിലിറ്ററി സംബന്ധമായിട്ടുള്ളൊരു ഏരിയ തന്നെയാണിത്. പക്ഷേ ഫുള്ള് കണ്ടു കഴിഞ്ഞാൽ നമുക്കൊരു പേടി ഫീൽ വരും, കാരണം മുഴുവൻ കാട് പിടിച്ച് കിടക്കുന്നു, ആരുമില്ല. പിന്നെ എനിക്ക് തോന്നുന്നു സന്ധ്യയും കൂടെ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ആ ഒരു ഫീല്. ഞാനിവിടെ പറയായിരുന്നു, ഈ അടുത്തായിട്ട് ഞാനിപ്പോൾ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത് മൊത്തം ക്രൈം ത്രില്ലേഴ്സ്, സീരിയൽ കില്ലേഴ്സിൻ്റെയൊക്കെ സ്റ്റോറീസാണ്. അപ്പോൾ അതിലൊക്കെ കാണുന്ന പോലെ വുഡ്സ് അത്ര ഒരു ഏരിയ. പിന്നെ ഇവിടെ പേടിക്കാനൊന്നുമില്ല, കാരണം പട്ടാളമുണ്ട് ചുറ്റും. അതുകൊണ്ട് ആ ഒരു ധൈര്യത്തിലാണ് ഞങ്ങൾ നടക്കാനിറങ്ങിയത്. ആദ്യം കുറച്ചൊന്ന് പേടിയായിരുന്നു, കാരണം ഞങ്ങൾ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പം ഞങ്ങൾ ഒരു 3-4 പേരെ ഇവിടുത്തെ ആൾക്കാർ തന്നെ ഡോഗ്സിനെ കൊണ്ടൊക്കെ വാക്കിന് ഇറങ്ങിയിരിക്കുന്നത് കണ്ടു. അപ്പോൾ ഒരു ധൈര്യമായി. അപ്പം ഞങ്ങൾ കുറച്ചും കൂടെ അങ്ങ് നടക്കാമെന്ന് വിചാരിച്ചു. ചെറിയൊരു അരുവിയും ഒക്കെ ആയിട്ട് ഫുൾ നല്ല ഒന്നാന്തരം കാടാണ്. പക്ഷേ വഴി നല്ല നീറ്റായിട്ട് കിടപ്പുണ്ട് കേട്ടോ. അത് സ്ഥിരം ആളുകൾ നടക്കുന്നത് കൊണ്ടായിരിക്കും. പിന്നെ ഈ വരുന്ന വഴിക്ക്, ഞങ്ങൾ നടന്നു വരുന്ന വഴിക്കാണെങ്കിലും ഫുള്ള് കാടാണ് ഇതുപോലെ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ ഇങ്ങനെ
ആൾക്കാർ നടക്കുന്ന വഴി പോലെയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഭയങ്കര ഇരുട്ട് പിടിച്ച്, ഇവിടെ കുറച്ചും കൂടെ വെളിച്ചമുണ്ട്, കുറച്ച് അപ്പുറത്തേക്കൊക്കെ നോക്കിയപ്പോൾ ഭയങ്കര ഇരുട്ട് പിടിച്ച സ്ഥലമായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ കൂടെയൊക്കെ ആൾക്കാർ പോയ വഴിയും ഒക്കെ കാണുന്നുണ്ട്. പിന്നെ അത്രയും റിസ്ക് എടുക്കാനുള്ള ചങ്കൂറ്റം തൽക്കാലമില്ല. വേറൊരു രാജ്യത്ത് വന്നിട്ട് ആ റിസ്കിന് നമ്മളില്ല. കണ്ടോ, ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു ഇംഗ്ലീഷ് ഹൊറർ മൂവി ഫീല്. നല്ല ഇരുട്ട് പിടിച്ച് കാട് പിടിച്ചൊരു സ്ഥലം. ഒട്ടും അനക്കമൊന്നുമില്ല, കാടിൻ്റെ ശബ്ദം മാത്രമേ ഉള്ളൂ. പിന്നെ തൊട്ടപ്പുറത്ത് റോഡുണ്ട്, അതിലെ വാഹനങ്ങൾ പോകുന്നതിൻ്റെ ശബ്ദമുണ്ട് കേട്ടോ. പിന്നെ ഇങ്ങനത്തെ വുഡ്സ് നമ്മുടെ ഇംഗ്ലണ്ടിൽ എല്ലായിടത്തും ഉണ്ട്. ഒരു ഡോഗിനെ കൊണ്ട് ഒരു അമ്മച്ചി ഇതിലേ വന്നായിരുന്നു. അമ്മച്ചീനെ കാണാനില്ല, ചിലപ്പോൾ കുറേ മുന്നിലെത്തി കാണും. ഞങ്ങളിങ്ങനെ പതുക്കെ നടക്കുന്നവരനായിരിക്കും കാണാത്ത. അതൊക്കെ കണ്ടില്ലേ. സന്ധ്യ എന്നാണെങ്കിലും ഞാൻ വീഡിയോയിൽ പറഞ്ഞെങ്കിൽ ഇപ്പം നേരെ 8:30 കേട്ടോ. ഇരുട്ടിയിട്ടില്ലെന്നേ ഉള്ളൂ. സമ്മർ ആയതുകൊണ്ട് 8:30 ഇത്രയും വെളിച്ചമുണ്ട്. അപ്പം സന്ധ്യയല്ല, എന്നാൽ സന്ധ്യയാണ്. നമ്മുടെ ഊട്ടിക്കായ ഇവിടെ മുഴുവനുണ്ട്. ഇവിടെ നിറയെ ഇതിൻ്റെ മരം കേട്ടോ. ഈ വഴിയിൽ ഫുൾ ഇതാണ്. പണ്ടൊക്കെ ഇതെന്തൊരു കൗതുകമായിരുന്നു. ഊട്ടിക്കൊക്കെ ടൂറ് പോയിട്ട് വന്ന എല്ലാവരും ഗിഫ്റ്റായിട്ട് കൊണ്ടുവരുന്നൊരു സാധനമാണ്. അങ്ങനെ സൂര്യൻ അസ്തമിച്ചു തുടങ്ങി. ഞങ്ങൾ അവിടുന്ന് തിരിച്ച് നടന്നു കേട്ടോ അക്കോമഡേഷനിലേക്ക്. ഇത് കണ്ടില്ലേ, സാധാരണ നമ്മൾ ഈ മലനിരങ്ങളുടെ ബാക്കിലായിട്ട് ഫാം ലാൻഡ്സ് ഒക്കെ കാണാറ്. പക്ഷേ ഇത് പക്കാ ഒരു റെസിഡൻഷ്യൽ ഏരിയ. ഈ വീടുകളിലൊക്കെ താമസിക്കുന്നവരുടെ ഒരു വ്യൂ ഒന്ന് ആലോചിച്ച് നോക്കിയാൽ രാവിലെ എണീക്കുമ്പോൾ തന്നെ ആ മലനിരകൾ കണ്ടിട്ട് എണീക്കുക. സച്ച് എ ബ്യൂട്ടിഫുൾ വ്യൂ. ഇന്നത്തെ ഈ ഒരു എഡിൻബ്ര വ്ളോഗും പിന്നെ ഇന്നത്തെ ഞങ്ങളുടെ ഈവനിങ് വാക്കും ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പം ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ വീഡിയോയുമായിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നത് വരെ, it's me, I'm signing off. Bye bye.